സ്വർണ്ണക്കൊള്ളയിലെ ചർച്ചകൾ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണിപ്പോൾ. ആ ചിത്രങ്ങളിൽ ആറ്റിങ്ങൽ MP അടൂർ പ്രകാശുമുണ്ട്, പത്തനംതിട്ട MP ആന്റോ ആന്റണിയുമുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. രാജ്യം പ്രത്യേക സുരക്ഷ നൽകുന്ന വ്യക്തിയാണ് സോണിയാഗാന്ധി. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണ സോണിയാഗാന്ധിയെ കണ്ടത്? ആരാണ് ആ കൂടിക്കാഴ്ച ഒരുക്കിയത്? സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവരെയും വിളിച്ചു കൊണ്ടുപോകാൻ മാത്രം അടൂർ പ്രകാശനും ആന്റോ ആന്റണിക്കും എന്ത് തരം ബന്ധമാണ് ഇവരുമായിട്ടുള്ളത്? ഏകദേശം ഒരു പബ്ലിക് ഫംഗ്ഷൻ ആണല്ലോ ഇത്. അതുപോലെയല്ല ഈ ചടങ്ങിനെ നാം കാണേണ്ടത്. സോണിയാഗാന്ധിയുടെ അടുത്തെത്തലും കൈക്ക് ഇത് കെട്ടിക്കൊടുക്കലും ഒക്കെ ഇവർക്ക് എങ്ങനെ നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ പോറ്റിയുമായും ഗോവർദ്ധനുമായും എന്ത് തരം ബന്ധമാണ് അവർക്കുള്ളത് എന്ന് അവരല്ലേ വ്യക്തമാക്കേണ്ടത്. ഇന്ന് മുഖ്യമന്ത്രിക്ക് മറുപടി നൽകാൻ അടൂർ പ്രകാശ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. അടൂർ പ്രകാശിന്റെ ആദ്യത്തെ പോയിന്റ് തനിക്ക് മുൻപ് പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടു എന്നാണ്. മുഖ്യമന്ത്രിയോട് പറഞ്ഞതുപോലല്ല, മുഖ്യമന്ത്രിയാണ് അത് വ്യക്തമാക്കേണ്ടത്. ഞാൻ ആവശ്യപ്പെടുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ കാര്യങ്ങൾ വ്യക്തമാക്കണം. അദ്ദേഹത്തിന്റെ ചെവിയിൽ പറഞ്ഞത് എന്നാണ് എന്ന് അദ്ദേഹം പുറത്തു പറയണം. അത് ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചെവിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പുറത്തു പറയണം. ഇക്കാര്യത്തിൽ, അതായത് അടൂർ പ്രകാശ് പറഞ്ഞ കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തത വരുത്തിയതാണ്. ശബരിമലയിലെ പോലീസിനു വേണ്ടിയുള്ള ആംബുലൻസ് ഉദ്ഘാടന ചടങ്ങിലാണ് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ വന്നത്. അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് എടുത്ത ചിത്രങ്ങളാണ്. പുറത്തു വന്നിരിക്കുന്ന 3 ചിത്രങ്ങളും ഒരേ ദിവസം എടുത്തതാണ്. ഈ അടുത്ത് നടന്ന ചടങ്ങാണ്. കാരണം ആ ചിത്രത്തിൽ നമുക്ക് DGP റവാഡ ചന്ദ്രശേഖരനെയും കാണാം. അത് മാത്രമല്ല, അതൊരു പൊതു ഇടം തന്നെയാണ്. പക്ഷേ സോണിയാഗാന്ധിയെ കണ്ടത് പൊതു ഇടത്തിൽ വെച്ചാണോ? അല്ല. ആ കൂടിക്കാഴ്ച അപ്പോയിന്റ്മെന്റ് എടുക്കാതെ നടക്കില്ല. മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾ അടൂർ പ്രകാശിന് മറുപടി നൽകാൻ കഴിയാത്തവയാണോ? എന്തായാലും നോക്കാം മറുപടി എന്താണെന്ന്. സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി അദ്ദേഹം അപ്പോയിന്റ്മെന്റ് നേടിയെടുത്തതിന് ശേഷം ഈ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി അവിടെ വരുന്ന ദിവസം MP എന്നുള്ള നിലയിൽ എന്നെ ബന്ധപ്പെട്ടിട്ട് ഞാൻ കൂടി ചെല്ലണം എന്ന് പറയുകയുണ്ടായി. ഞാൻ സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ഒരു കാട്ടുകള്ളനാണ് എന്നോടൊപ്പം വന്നത് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയത് അടൂർ പ്രകാശ് അല്ല, പോറ്റി അടൂർ പ്രകാശിനെയാണ് കൊണ്ടുപോയത്. പോറ്റി മാത്രമല്ല സോണിയാഗാന്ധിയുടെ ഫോട്ടോയിലുള്ളത്, ഗോവർദ്ധൻ കൂടിയുണ്ട്. ആരാണ് ഗോവർദ്ധൻ? ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി. പോറ്റിയെ പോലെ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കവർന്ന കേസിലെ പ്രതിയാണ്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പാർലമെന്റിൽ പോറ്റിയെ കേറ്റിയെ പാടാൻ കാണിച്ച ആവേശം എന്തായാലും MPക്കില്ല. പരിപാടിയിലാണ് പങ്കെടുത്തത്, പക്ഷേ ഇത് സ്വകാര്യ പരിപാടിയായിരുന്നു. ശരി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അടൂർ പ്രകാശ് പറഞ്ഞത് വിശ്വസിച്ചാൽ ആന്റോ ആന്റണിയേക്കാൾ അടൂർ പ്രകാശിനേക്കാൾ, അതായത് കോൺഗ്രസിലെ MPമാരെക്കാൾ സോണിയാഗാന്ധിയെ കാണാൻ സ്വാധീനമുള്ളയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. പണ്ട് സോണിയാഗാന്ധിയെ ഒന്ന് കാണാൻ ഡൽഹിയിലെ കേരള ഹൗസിൽ ലീഡർ K കരുണാകരൻ കാത്തിരുന്നത് ദിവസങ്ങളായിരുന്നു.